ക്രിസ്മസ് കളർ തീമിലാട്ടോ ഇന്നത്തെ സാരി വന്നിരിക്കുന്നത്. നമുക്ക് ക്രിസ്മസിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാനും അതെല്ലാം ചേർച്ച് ഫെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് സാരീസ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് സാരി വൈറ്റ് റെഡ് ആ ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. അതായത് ഓൾട്ടർനേറ്റീവ് ആയിട്ടായിരിക്കും ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഒരു മോട്ടീഫ് വരുന്നത് റെഡിലാണെങ്കിൽ സെക്കൻഡ് മോട്ടീഫ് വീണ്ടും ഒരു ഓഫ് വൈറ്റിൽ തന്നെ വരുന്നുണ്ട്, വീണ്ടും റെഡ്, അങ്ങനെ ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരുന്നത്. കൂടാതെ ബുട്ടി വർക്കാണ്, സ്മോൾ ഫ്ലോറൽ ബുട്ടി വർക്ക് വൈറ്റ് ആൻഡ് റെഡിൽ തന്നെ എൻറ്റയർ സാരിയിലും വരുന്നുണ്ട്. ഫാബ്രിക് പറയുകയാണെങ്കിൽ സിൽക്കി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലുള്ള ത്രെഡ് എംബ്രോയിഡറി ആട്ടോ സാരി വരുന്നത്. ഇതായിരിക്കും ഒരു വർക്കിന്റെ ക്ലോസർ ഇങ്ങനെ വരും. കണ്ടോ, ഒരു മോട്ടീഫ് വരുന്നത് റെഡിലാണ്. സെക്കൻഡ് ഡിസൈൻ അതേ പാറ്റേണിൽ തന്നെ വൈറ്റിൽ വരുന്നുണ്ട്. ബോഡിയിലും ഇതേ മോട്ടീവ്സ് തന്നെയാണ്, വൈറ്റ് ആൻഡ് റെഡിൽ തന്നെയുള്ള മോട്ടീവ്സ് ആയിരിക്കും ബോഡിയിൽ വരുന്നത്. മുന്താണി സെയിം സ്റ്റൈലിൽ തന്നെ കേട്ടോ സാരിയുടെ പല്ല് വരുന്നതും അതേ പാറ്റേണിൽ തന്നെയാണ് സാരിയുടെ മുന്താണി വരുന്നത്. വൈറ്റിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസ് നല്ല സഫിഷ്യന്റ് ആയിട്ട് 1 മീറ്റർ ലെങ്തിലുള്ള ബ്ലൗസാണ് വരുന്നത്. സെയിം പാറ്റേൺ തന്നെ കേട്ടോ. നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുകയാണെങ്കിൽ അതേ സാരി തന്നെയാന്ന് തോന്നും. ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് സാരിയിൽ. ഇതിന് മുൻപത്തെ സാരിയിൽ റെഡും വൈറ്റും കൂടിയായിരുന്നു ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നത്. ഇത് അതേ ഡിസൈൻ തന്നെ സിംഗിൾ കളറിലായിരിക്കും വന്നിരിക്കുന്നത്. റെഡിൽ തന്നെയാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബോഡിയിലും റെഡ് തന്നെയായിരിക്കും. ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സും വരുന്നുണ്ട്. നല്ല പാറ്റേണിലാണ് ഈ ഒരു എംബ്രോയിഡറി വർക്കിന്റെ ആ ഒരു ഡിസൈൻ. നല്ലൊരു യുണീക്ക് സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു ലേസി പ്ലീറ്റ്സ് എല്ലാം എടുത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ലുക്ക് ആയിരിക്കും. നല്ല ഫിനിഷുമാണ് സാരിയുടെ ആ ഒരു വർക്ക് കേട്ടോ. ഈ ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഫുൾ ആ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്ക് തന്നെയാണ്. പല്ലു, പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് ഡിസൈനാണ് വരുന്നത് കേട്ടോ. ഇതും റെഡ് ആൻഡ് വൈറ്റിൽ തന്നെയായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഞാൻ ക്ലോസറിൽ കാണിക്കാം. നല്ല പാറ്റേണിലാണ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക്. നല്ല ഡിസൈനിലും നല്ലൊരു ഫിനിഷിലുമാണ് വർക്ക് വരുന്നത്. ഒരു മോട്ടീഫ് വരുന്നത് റെഡിലാണ്. സെക്കൻഡ് മോട്ടീഫ് വൈറ്റ്, വീണ്ടും റെഡ് വൈറ്റ്. ആ ഒരു പാറ്റേണിൽ റെഡ് ആൻഡ് വൈറ്റ് തന്നെ ആയിരിക്കും ബോഡിയിലും വരുന്നത് സാരി. സിൽക്കി കോട്ടയാണ് എല്ലാ സാരീസിന്റെയും ഫാബ്രിക് വരുന്നത്. പല്ലു, പ്ലെയിൻ ബ്ലൗസ്. സെയിം അതേ വർക്ക് തന്നെ വരുന്നത് കേട്ടോ. സിംഗിൾ കളറിലാണ്, റെഡിലാണ്, ചില്ലി റെഡിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. ബോഡി ഫുള്ളായിട്ടും ആ ഒരു റെഡിൽ തന്നെ ആയിരിക്കും മോട്ടീവ്സ് വരുന്നത്. നല്ലൊരു പാറ്റേണിലാണ് ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നത് സാരിയിൽ. മുന്താണി പ്ലെയിൻ ബ്ലൗസ്, വൈറ്റിലായിരിക്കും ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരി ഫാബ്രിക് മാറിയിട്ടുണ്ട്. നെറ്റ് കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത് കേട്ടോ. നല്ല പാറ്റേണിലാണ് ഇതിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്ന സാരിക്ക്. ബോർഡറും ബോഡിയിലും എല്ലാം നല്ലൊരു ചില്ലി റെഡി തന്നെയുള്ള നല്ലൊരു ഫ്ലോറൽ പാറ്റേണിലായിരിക്കും വർക്ക് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് നെറ്റ് കോട്ടയാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ബോർഡറിൽ ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വന്നിട്ട് ബോഡി വരുമ്പം ഈ ഒരു സ്റ്റൈലിലാണ്. ഡബിൾ സൈഡിലും ഇതേ പാറ്റേൺ തന്നെ കേട്ടോ വരുന്നത്. എംബ്രോയിഡറി വർക്ക് തന്നെ വന്നിട്ട് റണ്ണിങ് മുന്താണി വർക്കിൽ തന്നെ ആയിരിക്കും സാരിയുടെ ബ്ലൗസും വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ്. ഫാബ്രിക് നെറ്റ് കോട്ട തന്നെ വരുന്നത് കേട്ടോ. ഈ ഒരു പാറ്റേണിലായിരിക്കും ഫുൾ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. നല്ലൊരു ഫ്ലോറൽ ജാൽ പാറ്റേണിലായിരിക്കും ചില്ലി റെഡിന്റെ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് സാരി. സ്കാലപ്പ് ഫിനിഷിലായിരിക്കും ബോർഡർ വരിക. പ്ലീറ്റ്സ് വരുമ്പം എല്ലാ സാരീസിനും വരുന്ന പോലെ തന്നെ ആ ഒരു ഹാഫ് പോർഷനിലായിരിക്കും ഫുൾ ഈ ഒരു വർക്ക് വരുന്നുണ്ട്. ചെസ്റ്റ് പോർഷനും പല്ലു കംപ്ലീറ്റ് ഈ ഒരു പാറ്റേൺ വന്നിട്ട് റണ്ണിങ് ബ്ലൗസ്, പ്ലെയിൻ ബ്ലൗസ്. ഫാബ്രിക് നെറ്റ് കോട്ട തന്നെ കേട്ടോ. ഒരു ഡിഫറെന്റ് ലുക്കിലാണ് സാരിയിൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡി ഫുൾ നല്ലൊരു റെഡില് ഈ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് സ്കാലപ്പ് ഫിനിഷിലായിരിക്കും ബോർഡർ വരിക. പ്ലീറ്റ്സ് വരുമ്പോൾ അതേ ഹാഫ് പോർഷനിൽ തന്നെ ആയിരിക്കും കേട്ടോ പ്ലീറ്റ്സിൽ വരുന്നത്. വിത്ത് റണ്ണിങ് ബ്ലൗസ്, പ്ലെയിൻ വൈറ്റിലായിരിക്കും ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ റെഡ് ആൻഡ് വൈറ്റ് തന്നെയാണ്. ഡിസൈൻ മാറിയിട്ടുണ്ട്. നെറ്റ് കോട്ട തന്നെ ഫാബ്രിക് വരുന്നത് കേട്ടോ. നല്ലൊരു ഡിഫറെന്റ് പാറ്റേണിലാണ് സാരിയിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇത് കാണുമ്പോൾ ഒരു പ്രിന്റ് പോലെ തോന്നും, അത്ര ഫിനിഷിലാണ് ഇതിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു പാറ്റേണിലാണ് ആ ക്ലോസർ ലുക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരു ലീഫ് പാറ്റേണിലാണ് വരുന്നത്. ഒരു വൈറ്റ് ക്രോഷ്യോ ലേസ് ആയിരിക്കും എഡ്ജിൽ വരുന്നത്. പ്ലീറ്റ്സ് വരുമ്പോൾ ഹാഫ് പോർഷനിൽ തന്നെ കേട്ടോ ഈ ഒരു വർക്ക് വരുന്നത്. സെയിം സ്റ്റൈൽ മുന്താണി, റണ്ണിങ് ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ് വരുന്നത് കേട്ടോ. വൈറ്റ് ആൻഡ് റെഡ് തന്നെ കോമ്പിനേഷൻ. ഇത് നല്ലൊരു ഡിഫറെന്റ് പാറ്റേണിലാണ് സാരിയിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഫുൾ നല്ലൊരു മോട്ടീവ്സ് ആയിരിക്കും ബോഡി വരുന്നത്. വൈറ്റ് ക്രോഷ്യോ ലേസ് വന്നിട്ട് ലോവർ ബോർഡർ വരുമ്പം നല്ലൊരു ഫ്ലോറൽ പാറ്റേണിലായിരിക്കും. ഇതാണ് ബോഡി വരുന്നത്. ഈ ഒരു സ്റ്റൈലുള്ള എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ബോർഡർ ഡീറ്റെയിലിംഗ് പറയുകയാണെങ്കിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും എംബ്രോയിഡറി വർക്ക്. വൈറ്റ് ക്രോഷ്യോ ലേസ് ആയിരിക്കും വരിക. പല്ലു സെയിം സ്റ്റൈലിൽ തന്നെ, പ്ലെയിൻ വൈറ്റ്, റണ്ണിങ് ബ്ലൗസ്.